ശ്യാമ, ശ്രാവണിന് ശ്രീജയെ ഇഷ്ടമാണ്. ശ്രീജയ്ക്ക് 19 വയസ്സ്. ശ്രാവൺ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സ്വാഭാവികമായിട്ടും രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ബന്ധുക്കൾ വന്നിട്ട് വിവാഹം ആലോചിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വഴി വിവാഹത്തിന് താല്പര്യമുണ്ട് എന്ന് വീട്ടുകാരെ അറിയിക്കും. ചിലരാണെങ്കിൽ ധൈര്യമുള്ള ആളുകളാണെങ്കിൽ നേരിട്ട് പോയി തന്നെ വീട്ടുകാരോട് സംസാരിക്കും, പെണ്ണിൻ്റെ വീട്ടുകാരോട് സംസാരിക്കും. അങ്ങനെ ഈ ശ്രീജയെ കല്യാണം കഴിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് ശ്രീജയുടെ വീട്ടുകാർ ശ്രാവണിനെ കല്യാണ ചർച്ചയ്ക്കായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. പക്ഷെ വിളിച്ചു വരുത്തിയതിന് ശേഷം സംഭവിച്ചത് മറ്റൊന്നാണ്. വളരെ പ്രമാദമായ ഒരു കേസിലേക്ക് അത് വഴി തുറന്നിരിക്കുന്നു. എന്താണത്? ഇപ്പോൾ അല്പസമയം മുമ്പ് അമീൻപൂർ പോലീസിന്റെ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഗറെഡ്ഡി ജില്ല, തെലങ്കാന. സംഗറെഡ്ഡി ജില്ലയിലെ അമീൻപൂർ പോലീസിന്റെ പരിധിയിലുണ്ടായ ഒരു ക്രൈമാണ് ഈ പറഞ്ഞ ഈ ശ്രാവണിന്റെ കൊലപാതകം. ഈ വിവാഹത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയതല്ല. പോലീസിന്റെ വിശദീകരണം ഇതാണ്: ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ശ്രീജ 19 വയസ്സുള്ള ഈ കുട്ടി ഈ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുകയും കാർഡ് മേടിച്ച് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുകയും ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഈ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇവർ രണ്ടുപേരും സെന്റ് പീറ്റേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവർ സഹപാഠികളാണ്. കുട്ടിക്കാലം മുതലേ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. സഹപാഠികളാണ്. കുട്ടിക്കാലം മുതലേ ഒരേ സ്കൂളിൽ പഠിച്ചു വന്നിരുന്ന ആളുകളാണ് ഈ രണ്ട് പേര്. ശ്രാവൺ, ജ്യോതി ശ്രാവൺ സായി, ജ്യോതി ശ്രാവൺ സായി എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ഈ യുവതി ഇതിൻ്റെ മാതാവിനോട് ഈ സംഭവം അറിയിക്കുന്നു. താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വിവരം അത് മൺഡേ തിരിച്ചറിയുന്നു, തിങ്കളാഴ്ച തിരിച്ചറിയുന്നു, ചൊവ്വാഴ്ച ഇത് മാതാവിനെ അറിയിക്കുന്നു. അങ്ങനെ മാതാവ് അവിടെ വലിയ പ്രശ്നങ്ങൾ, ഈ മാതാവും ഈ കുട്ടിയുമായിട്ട്, ഇതിൻ്റെ കൊലപാതകി മാതാവാണ്. അതാണ് ഈ കേസിലെ പ്രത്യേകത. ഇതുവരെ വരുന്ന വിവരം കുടുംബം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം വന്നിരിക്കുന്നു. ഈ കൊലപാതകം നടപ്പാക്കിയിരിക്കുന്നത് ശ്രീജയുടെ മാതാവാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. അവരുടെ പേര് പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ഇതുവരെ. അപ്പോൾ കൊലപാതകി മാതാവാണ്. അപ്പോൾ ഈ കുട്ടിയുമായി ചൊവ്വാഴ്ച ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. അതായത് ബീരാങ്കുടയിലെ ഇസുക്ക് ബാവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഈ ശ്രീജയുടെ വീട് അവിടെയാണ്. അമീൻപൂർ പോലീസ് സ്റ്റേഷന്റെ പരിധി തന്നെയാണ് ഇതും. അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം ചൊവ്വാഴ്ച ഉണ്ടാകുന്നു. ചൊവ്വാഴ്ച ഒടുവിൽ ഇതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന് ഈ മാതാവ് ചോദിച്ചറിയുമ്പോൾ അവർക്ക് നേരത്തെ തന്നെ ബോധ്യമുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷനെ നേരത്തെ തന്നെ വാണിംഗ് ഇവർക്ക് പലതവണ കൊടുത്തതാണ്. ഈ പറയുന്ന ജ്യോതി ശ്രാവൺ സായിക്ക് നേരത്തെ തന്നെ ഇവർ വിളിച്ചു വരുത്തി ഈ യുവാവിന് പലതവണ ഈ യുവതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും മാറണമെന്നുള്ള താക്കീത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ യുവതി അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ജ്യോതി ശ്രാവണിൻ്റെ പേര് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവതിയെ കൊണ്ട് ജ്യോതി ശ്രാവണിനെ വിളിപ്പിക്കുകയും ബുധനാഴ്ച രാവിലെ ഈ വീട്ടിലേക്ക് വരാൻ, അതായത് ഇസുക്ക് ബാവിയിലെ ഈ വീട്ടിലേക്ക് വരാൻ ഈ യുവതിയെ കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ മാതാവ് യുവതിയെ കൊണ്ട് വിളിച്ചു വരുത്തി മാതാവിനോട് മാതാവിന് ഈ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ യുവതി 4 മാസം പ്രഗ്നന്റ് ആണ്. അതാണ് 4 മാസം. ഇവർ ചൊവ്വാഴ്ച ഈ യുവതി ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാതാവിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് സ്ഥലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും സ്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 4 മാസം ഈ യുവതി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാതാവ് വിളിച്ചു വരുത്തുന്നു. ഈ യുവാവ് ഹോസ്റ്റലിലാണ് താമസിച്ച് വന്നിരുന്നത്. കോളേജിന് അടുത്ത് സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് എന്ന് പറഞ്ഞാൽ മൈസമ്മഗുഡയിലിരിക്കുന്ന കോളേജിൻ്റെ പരിധിയിലുള്ള അതിന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലാണ് ഇയാൾ താമസിച്ച് വന്നിരുന്നത്. ഇയാൾ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഈ വീട്ടിലേക്ക് ചെന്ന് കയറി. അതായത് ഇസുക്ക് ബാവിയിലെ ഈ വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുത്തപ്പോൾ ഈ മാതാവ് ഈ കാര്യങ്ങൾ സംസാരിച്ചു വരവേ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അവിടെ അടുത്തുണ്ടായിരുന്ന ഈ ക്രിക്കറ്റ് ബാറ്റ് ഇവർ എടുത്ത് ഈ യുവാവിന് നേരെ വീശാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ഈ പറയുന്ന ശ്രീജ എന്ന് പറയുന്ന ഈ ജ്യോതി ശ്രാവണിൻ്റെ കാമുകി ഈ ബാറ്റ് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ യുവതി തറയിൽ വീണപ്പോൾ ഈ യുവതിക്ക് നേരെ ഇവർ ബാറ്റ് വീശാൻ തുടങ്ങി. ഈ മാതാവ് ബാറ്റ് വീശാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ഈ യുവാവ് അവർക്കൊരു ഷീൽഡ് എന്നുള്ള രീതിയിൽ, ഷീൽഡ് ഉണ്ടല്ലോ, പ്രതിരോധിക്കാൻ ശ്രമിക്കുക, ഷീൽഡായി നിൽക്കുക എന്നുള്ള രീതിയിൽ ഈ യുവതിയുടെ മുകളിലേക്ക് കമന്നു കിടന്നു.
ആ വീശക്കം കൊണ്ടത് ഇവന്റെ ചെവിയുടെ ഈ സൈഡിലാണ്. ഈ അടി കൊണ്ടത് ഒറ്റ അടിയെ അടിച്ചിട്ടുള്ളൂ. ഒരേ ഒരു അടിയാണ് അടിച്ചിരിക്കുന്നത്. അടിയിൽ മരിച്ചില്ല. അന്നേരം ഒന്നും സംഭവിച്ചില്ല. അടി കൊണ്ടു ഇവന്റെ ചെവിയിലൂടെ രക്തം വന്നു. രക്തം വന്നപ്പോൾ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഈ രക്തം തുടച്ചു. ഇവരെ അടിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ 2-3 അടി വീണ്ടും ഈ സ്ത്രീക്ക്, അതായത് യുവതിക്ക് കൊടുത്തു. സ്ത്രീ നല്ല യുവതി, 19 വയസ്സാണ് പ്രായം. യുവതിക്ക് വീണ്ടും 2-3 അടി ഈ സ്ത്രീ കൊടുത്തു. ഇവൻ അതിന് തടസ്സം പിടിച്ചു. ഒടുവിൽ ഇവൻ അവിടെ നിന്നും തിരിച്ചുപോയി. അവിടുത്തെ പ്രശ്നം അവസാനിച്ചതോടുകൂടി 12:30-ക്കാണ് അവൻ ആ വീട്ടിൽ നിന്നും വന്ന 2 വീലറിൽ ഇറങ്ങി നേരെ പോകുന്നത് ഹോസ്റ്റലിലേക്കല്ല, സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അവിടെ കുക്കാട്ടുപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യുവാവിൻ്റെ വീടുള്ളത്, അതായത് ഈ പറഞ്ഞ ജ്യോതി ശ്രാവന്റെ വീടുള്ളത്. നേരെ വീട്ടിലേക്ക് പോകുന്ന ഈ യുവാവ് അന്നേരം നമ്മുടെ ഈ കുട്ടിയുണ്ടല്ലോ ഗ്രീഷ്മ, ഷാരോൺ ചെയ്ത പ്രവൃത്തി ഷാരോൺ ഇതേ രീതിയിലായിരുന്നു. കാമുകിയുടെ വീട്ടിൽ നിന്നും നേരെ പോയി വീട്ടുകാരോട് കാര്യമൊന്നും പറയാതെ റൂമിലേക്ക് കയറി കിടക്കുകയായിരുന്നു. ആ കിടത്തയിൽ നിന്ന് പിന്നീട് ബന്ധുക്കളാണ്, അതായത് പിതാവാണ് അവനെ എടുത്തുകൊണ്ടുപോയി ഷാരോണിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം പാറശാല ആശുപത്രിയും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ നേരെ പോയി വീട്ടിൽ ചെന്ന് റൂമിൽ കയറി കതകടച്ച് കിടന്ന ഇവൻ പിന്നീട് എഴുന്നേറ്റില്ല. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ട് നമുക്ക് തലയ്ക്ക് പരിക്കേറ്റാൽ ഉണ്ടാകുന്ന, ഈ കോഴിക്കോട് ഒരു കുട്ടി ഉണ്ടായല്ലോ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി, സഹപാഠികൾ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അവൻ ഇതുപോലെ വീട്ടിൽ പോയി കിടന്നു. ഒരുപാട് നേരം കിടന്നിട്ട് പിന്നീടാണ് രാത്രിയോട് കൂടി അവന് അസുഖം മൂർച്ഛിക്കുന്നത്. ആന്തരിക രക്തസ്രാവം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ആദ്യഘട്ടത്തിൽ അത് തിരിച്ചറിയാൻ വലിയ പാടാണ്, പെട്ടെന്ന് പറ്റില്ല. ആന്തരിക രക്തസ്രാവം, കരളിനുണ്ടാകുന്ന രോഗമൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമല്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ കരളും ഈ രോഗങ്ങളൊക്കെ പറഞ്ഞു തരികയുള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ഇവൻ വീട്ടിൽ പോയി കിടന്നു, ഈ പറയുന്ന കുക്കാട്ടുപള്ളിയിലെ വീട്ടിൽ പോയി കിടന്നു. വീട്ടിൽ പോയി കിടന്നപ്പോൾ രാത്രിയോടുകൂടി ബ്രീത്തിന്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയതോടുകൂടി ഇവൻ കട്ടിൽ നിന്നും തറയിൽ വീണ് ഇവന്റെ ഞരക്കങ്ങൾ കേട്ട വീട്ടുകാരി കതക് ചവിട്ടി പൊളിച്ച് ഇവനെ അവിടുന്ന് എടുത്തു. ഈ യുവാവിനെ, ഈ ജ്യോതി ശ്രാവണിനെ അവിടുന്ന് എടുത്ത് നേരെ കൊണ്ടുപോകുന്ന കുക്കാട്ടുപള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. വൈകുന്നേരത്തോടു കൂടി ഈ യുവതി ഫോണിൽ വിളിച്ചു. വീട്ടിലേക്ക് പോയ യുവാവിനെ പിന്നെ ഈ യുവതി ശ്രീജ വിളിച്ചിട്ട് തനിക്കേറ്റ ഈ മർദ്ദനം കാരണം അമിതമായ പെയിൻ ഉണ്ടാകുന്നു, രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞു. അങ്ങനെ ഈ യുവതിയുമായിട്ട് എന്നെ ആശുപത്രിയിലേക്ക് അവർ കൊണ്ടുപോവുകയാണ് എന്ന് ഈ ശ്രാവനെ അറിയിക്കുന്നു. അവർ നേരെ യുവതി ആശുപത്രിയിൽ കൊണ്ടുവന്നു. മിഡ്നൈറ്റോട് കൂടി ഈ യുവതി തിരിച്ചെത്തുന്നുണ്ട്. അവർ തിരിച്ചെത്തിച്ചു. ഈ തിരിച്ചെത്തിച്ച സമയത്തും ഈ യുവതി ഈ ശ്രാവനെ വിളിച്ചിട്ടുണ്ട്, ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കടന്നിട്ട് ഏകദേശം പുലർച്ചെ 3 മണിക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ഈ ബ്രീത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്, ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്ക് ഈ യുവാവിന്റെ മരണം സംഭവിച്ചു. അപ്പോൾ മരണം സംഭവിച്ച ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ യുവതി വിളിച്ചിട്ട് ഇവന്റെ, അതായത് ഈ ശ്രാവന്റെ അങ്കിളിനോട് പറയുന്നത്. ഈ ചെറുപ്പക്കാരന് പിതാവില്ല, മാതാവില്ല, രണ്ടുപേരും അപകടത്തിൽ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. പിന്നീട് വളർത്തിയത് അമ്മയുടെ സഹോദരനാണ്. അമ്മയുടെ സഹോദരന്റെ സംരക്ഷണത്തിലാണ് ഇയാൾ വളരുന്നത്. സെന്റ് പീറ്റേഴ്സ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ജ്യോതി ശ്രാവൺ സായി എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടുത്തെ ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അമീൻപൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നരേഷിന്റെ ഈ പറയുന്ന ഈ ഇത് സംബന്ധിച്ചുള്ള റിലീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമില്ല, പോലീസ് ഇറങ്ങിയിരിക്കുന്ന വിശദാംശങ്ങളാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് പത്രഗ്രൂപ്പില്. അതെ. അപ്പോൾ അങ്ങനെ ഈ അങ്കിളിനെ അറിയിക്കുന്നു. അങ്കിള് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് ഈ ശ്രീജയുടെ മൊഴി എടുത്തപ്പോൾ ശ്രീജ സമ്മതിച്ചു. ശ്രീജ പറഞ്ഞു, എൻ്റെ മാതാവാണ് ഈ പറയുന്ന പോലെ ബീറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയത് എന്ന് ശ്രീജ സമ്മതിച്ചിരിക്കുന്നു. ശ്രീജ സംബന്ധിച്ചുള്ള മൊഴി, മാതാവിനെതിരായി മൊഴി പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ യുവതിയെ പോലീസിന്റെ കെയറിൽ തന്നെ, വനിതാ പോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരവിടെ അബോർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അതിൽ എതിർപ്പുണ്ട് ഈ യുവതിക്ക്. എതിർപ്പുള്ളത് കൊണ്ട് ആ യുവതിയെ പോലീസിന്റെ സംരക്ഷണത്തിലേക്ക് അവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം തെലങ്കാന പോലീസ് പറയുന്നത്, തെലങ്കാന DIG പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ സംഭവം ഒരു ജാതി കൊലയല്ല, ജാതിയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം, ഏറ്റക്കുറച്ചിൽ കൊണ്ടുണ്ടായിരിക്കുന്ന കൊലപാതകമല്ല, സമ്പത്തിന്റെ പേരിലുള്ള കൊലയല്ല, ഇത്തരം കാര്യങ്ങളൊന്നുമല്ല. 19 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു അമ്മയ്ക്കുണ്ടായ
എന്താ വൈകാരികമായിട്ടുള്ള വിക്ഷോഭം, രോഷം. ഈ രോഷമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തെലങ്കാന SP വിശദീകരിക്കുന്നുണ്ട്. ആ പെട്ടെന്നുണ്ടായുള്ള ക്രോധത്താൽ അവർ ബാറ്റെടുത്ത് ഇയാളെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ കാമുകി മകൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. എങ്കിൽ മകളെ അടിക്കാൻ തുടങ്ങിയപ്പോൾ കാമുകൻ അവിടെ ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ വാക്കല്ലാതുള്ള അടി ഈ ചെറുപ്പക്കാരൻ്റെ തലയ്ക്ക് കൊള്ളുന്നു. അവിടെ ആന്തരിക രക്തസ്രാവം ഉണ്ടായി മരണം സംഭവിക്കുന്നു. അപ്പോൾ പോലീസ് ഈ സ്ഥലത്ത് ഇസ്കബാവിലേക്ക് വരികയും ഈ ശ്രീജയുടെ മൊഴിയെടുത്തപ്പോൾ തന്നെ പോലീസ് ആ ബാറ്റ് അവിടെ നിന്ന് കണ്ടെടുത്തു. ആ ബാറ്റിൽ ചോരപ്പാടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെവിയിൽ നിന്നും ഈ ബീറ്റ് ചെയ്തപ്പോൾ ചെവിയിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് വന്ന് ഈ ബാറ്റിൽ കൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഫോറൻസിക്കിന് അതൊരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അബദ്ധത്തിലുള്ള കൊലപാതകമാണെങ്കിലും കൊലപാതകം തന്നെയാണ്. പണ്ടൊരു ചെറുപ്പക്കാരൻ ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പിന്നീട് അയാൾ ആ കേസിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. അയാൾ ഒരു ബാറിന് മുന്നിൽ ഒരു മനുഷ്യൻ റോഡിൽ കിടക്കുന്നു. ആ റോഡിൽ കിടന്നപ്പോൾ ഒരു വളവിലാണ് ഈ മനുഷ്യൻ റോഡിൽ കിടക്കുന്നത്, ഫിറ്റായി കിടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വീട്ടിലേക്ക് പോകുന്ന മടക്കയാത്രയിലാണ്. ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ പിടിച്ച് സൈഡിലേക്ക് കിടത്താമെന്ന് വിചാരിച്ചു. കാര്യം വളവിൽ തിരിഞ്ഞു വരുന്ന വണ്ടി ഇയാളെ കാണില്ല, രാത്രിയാണ്. പെട്ടെന്ന് വരുന്ന വണ്ടി ഇയാൾ കയറി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനെ പിടിച്ച് സൈഡിലേക്ക് കിടത്താൻ നോക്കി. സൈഡിലേക്ക് കിടത്താൻ വേണ്ടി പിടിച്ച് ഈ കൈയുടെ ഷോൾഡറിൽ കൂടി പിടിച്ചെടുത്ത് കിടത്തുന്നതിനിടയിൽ ഇയാളുടെ ആരോഗ്യവും അയാളുടെ ആരോഗ്യം തമ്മിൽ ഈ തുല്യതയോ ഏറ്റക്കുറച്ചിലോ, കൂടുതൽ ആരോഗ്യം ഇയാൾക്ക് അയാളെക്കാൾ ഇല്ലാത്തതുകൊണ്ട് അയാൾ കയ്യിൽ നിന്നില്ല. മദ്യപിച്ചിരിക്കുന്ന ആളാണല്ലോ, പെട്ടെന്ന് അയാളുടെ ബാലൻസ് തെറ്റിപ്പോയി. അയാൾ പിന്നിലേക്ക് അടിച്ചു വീണു. പിന്നിലേക്ക് അടിച്ചു വീണത് ഒരു സർവേ കല്ലായിരുന്നു. ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വാഹനം എടുത്ത് പോവുകയും ചെയ്തു, വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സൈഡിലേക്ക് കടത്തിയല്ലോ. അയാൾക്ക് എപ്പോഴും അനക്കമൊക്കെ ഉള്ളതുകൊണ്ട് ചെറുപ്പക്കാരൻ നേരെ വീട്ടിലേക്ക് പോയി. പുലർച്ചയോടുകൂടി പോലീസ് അയാളെ തേടിയെത്തി. പോലീസ് CCTV എടുത്തു. ഈ മനുഷ്യൻ മരിച്ചുപോയി. CCTV എടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എടുത്ത് കിടത്താൻ നേരത്ത് ഇയാൾ തലയടിച്ചാണ് വീണത്. ആ ഒരു പ്രഹരത്തിൽ, ഈ പോയി ഇടിക്കുന്ന പ്രഹരത്തിൽ ഇയാൾക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അയാൾ അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു. ഇത് ഡോക്ടർ അത് കണ്ടപ്പോൾ തന്നെ തലയ്ക്ക് പിന്നിലെത്തിയ മാരകമായ പ്രഹരമാണ് ഈ മരണത്തിന് കാരണം എന്ന് പറഞ്ഞു. ആ സർവേക്കല്ലിൽ രക്തവും ഉണ്ടായിരുന്നു. അപ്പോൾ CCTV എടുത്ത് നോക്കിയപ്പോൾ, ബാറിന് ഫ്രണ്ടിലുള്ള CCTV എടുത്ത് നോക്കിയപ്പോൾ ഈ ദൃശ്യം കണ്ടു. ഈ ചെറുപ്പക്കാരൻ പ്രതിയായി. പിന്നീട് ദീർഘകാലത്തിന് ശേഷം അയാളെ വെറുതെ വിട്ടു. അയാൾ ചെയ്ത പ്രവൃത്തി, അതായത് തെളിവില്ല, ദൃക്സാക്ഷിയില്ല എന്നുള്ള രീതിയിൽ കേസിൽ അയാളെ വെറുതെ വിട്ടു. ആ പ്രഹരമാണ് മരണം കാരണം എന്ന് പൂർണ്ണമായും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിയാത്തതുകൊണ്ട് ചെറുപ്പക്കാരനെ വെറുതെ വിട്ടു. ശരി.